ആലപ്പുഴ കളക്ടറേറ്റിൽ അയിത്താചരണം നടക്കുന്നുവെന്ന് ആരോപിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ജീവനക്കാരന്റെ ഭാര്യ. കളക്ടറേറ്റ് കൺട്രോൾ റൂമിൽ വർഷങ്ങളായി ജോലി ചെയ്തിരുന്ന പട്ടികജാതി വിഭാഗക്കാരായ 2 ജീവനക്കാരോട് കഴിഞ്ഞ ജനുവരി മുതൽ പാർട്ട് ടൈം സ്വീപ്പർമാരോടൊപ്പം ഒപ്പ് രേഖപ്പെടുത്തിയാൽ മതിയെന്ന് ഹുസൂർ ശിരസ്തദാർ നിർദ്ദേശിച്ചെന്നാണ് പരാതി. സംഭവത്തിൽ ആലപ്പുഴ സബ് കളക്ടർ അന്വേഷണം ആരംഭിച്ചു. ആലപ്പുഴ കളക്ടറേറ്റിൽ കൺട്രോൾ റൂമിൽ 2007 മുതൽ ഓഫീസ് അസിസ്റ്റന്റായി ജോലി ചെയ്തിരുന്ന ടി രഞ്ജിത്തിന്റെ ഭാര്യയാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. ഡിസംബർ വരെ രഞ്ജിത്തും ഒപ്പം ചൌക്കിദാർ തസ്തികയിൽ ജോലി ചെയ്തിരുന്ന ആളും ഒപ്പിട്ടിരുന്നത് അതേ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന മറ്റ് ജീവനക്കാർ ഒപ്പിട്ടിരുന്ന ഹാജർ പുസ്തകത്തിലായിരുന്നുവെന്നാണ് പരാതി. പിന്നീട് ഇത് മാറ്റപ്പെട്ടെന്നും പരാതിക്കാരി വ്യക്തമാക്കുന്നു. പ്രവർത്തന മികവിന് 3 തവണ ഗുഡ് സർവീസ് എൻട്രി അടക്കം നേടിയ ആളാണ് രഞ്ജിത്ത്. ഇതിൻ്റെതാണ് ഹാജർ പുസ്തകം. ഇതാണ് 2025 സാർജന്റ് ചൌക്കിദാർ PTS. ഇതെല്ലാം PTSന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ആ രജിസ്റ്റർ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ആ രജിസ്റ്റർ തന്നെയാണ് എഴുതിയേക്കുന്നത്. എൻ്റെ പേര് എഴുതിയേക്കുന്നത് രഞ്ജിത്ത് ടി ചൌക്കിദാർ രഘുനാഥൻ ചൌക്കിദാർ 2 പേരുടെയും പേര് എഴുതിയിരിക്കുകയാണ്. എൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് സജീവ് സർജന്റാണ്. എന്തിനാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് എനിക്കറിയില്ല. പുതിയ ശിരസ്ദാർ വന്നപ്പോൾ പാർട്ട് ടൈം സ്വീപ്പർമാരുടെ രജിസ്റ്ററിൽ ഒപ്പിടാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഇത് ഏത് വ്യവസ്ഥ പ്രകാരമാണെന്ന് ചോദ്യം ചെയ്തപ്പോൾ തന്റെ ഭർത്താവിനും പട്ടികജാതി വിഭാഗക്കാരനായ ചൌക്കിദാറിനും ഒപ്പിടാൻ പ്രത്യേകം ഹാജർ പുസ്തകം നൽകുകയായിരുന്നുവെന്നും ജീവനക്കാരന്റെ ഭാര്യ പറയുന്നു. പരാതിയെ സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണെന്ന് ജില്ലാ കളക്ടറും സ്ഥിരീകരിച്ചു. ഈ കാലയളവിൽ ഇടയിൽ ഇത്രയും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായ ഒരു ദിവസം ഉണ്ടായിട്ടില്ല. വളരെയധികം മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണിത്. കാരണം PTSന്റെ കൂടെ ജോലി ചെയ്യുക എന്നുള്ളതല്ല, ഓരോ കാറ്റഗറി അനുസരിച്ചിട്ടാണ് സെക്ഷൻ ബേസിലാണ് കൃത്യമായിട്ട് അറ്റൻഡൻസ് രജിസ്റ്റർ സൂക്ഷിക്കേണ്ടത്. അങ്ങനെ സൂക്ഷിക്കേണ്ടതിന് പകരം എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ തൂക്കാനെത്തുന്ന സ്ത്രീകളുടെ അമ്മമാരുടെയൊക്കെ എൻ്റെ അമ്മയുടെ പ്രായമൊക്കെ ഉള്ളവരാണ്. 70-60 വയസ്സിന് മുകളിലുള്ളവരാണ്. സംഭവത്തിൽ സംസ്ഥാന പട്ടികജാതി കമ്മീഷനും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരാതിക്കാരുടെയും ഹുസൂർ ശിരസ്ദാറിന്റെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നുവെങ്കിലും മൊഴിയെടുത്ത സീക്രട്ട് സെക്ഷനിലെ ഉദ്യോഗസ്ഥൻ ആരോപണ വിധേയനായ ഹുസൂർ ശിരസ്ദാറിന്റെ കീഴിൽ ജീവനക്കാരനാണെന്നതിനാൽ അന്വേഷണം നീതിപൂർവമാകില്ലെന്നാണ് പരാതിക്കാർ ആരോപിക്കുന്നത്. ന്യൂസ് 18 ആലപ്പുഴ.